എൻ്റെ റിസ്ക്, ആ റിസ്ക് തടയാൻ അല്ലേ, എൻ്റെ കച്ചവടത്തിന് കുറവ് വരുത്താൻ മറ്റേ കച്ചവടക്കാരന് പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, എൻ്റെ റിസ്ക് ഏതെങ്കിലും ആളുകൾക്ക് തട്ടിമാറ്റാൻ കഴിയും. അള്ളാഹു ഞാൻ ജനിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് കണക്കാക്കിയതാണ് എൻ്റെ റിസ്ക്, എൻ്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ. അതിനൊക്കെ മാറ്റം വരുത്താൻ ഏതെങ്കിലും മനുഷ്യനോ ജിന്നിനോ മലക്കിനോ ചാത്തനോ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസ യഖീൻ എന്താണ് സഹോദരങ്ങളെ? അപ്പം അതുകൊണ്ട് അത് കൃത്യമായിരിക്കണം. നല്ല സംശയമില്ലാതെ ഒരാൾക്ക് വിശ്വസിക്കുക എന്നുള്ളത്, ഒരാളെന്താണ് അങ്ങനെ വിശ്വാസമുള്ളവനെ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് ആർക്കേ പറയാൻ കഴിയുള്ളൂ? അത്തരത്തിൽ ദൃഢമായ അള്ളാഹുവിൽ യഖീനോടുകൂടി വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളിലും ഗുണങ്ങളിലും വിശേഷണങ്ങളിലും എൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം നൽകുന്ന, എൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം അറിയുന്ന, ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ റബ്ബിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, ആ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ വിചാരണയ്ക്ക് ചെല്ലാനുള്ളത്. ആ റബ്ബ് അങ്ങേയറ്റം കാരുണ്യവാനാണ്, ആ റബ്ബെ അങ്ങേയറ്റം അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ശരിയായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് നിലപാട് സ്വീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല.